ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കൂട്ടുകറി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം കടല ഞാൻ 4 മണിക്കൂറോളം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുതിർത്തി എടുത്ത് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടും. ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കറിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു 2 വിസിലാട്ടോ വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 വിസിലിൽ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പോളം പച്ചക്കായും 1 കപ്പോളം തന്നെ ചേനയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്നും അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു കിട്ടും. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാനുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഫസ്റ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നങ്ങ് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 5-6 മിനിറ്റോളം വെച്ചാൽ മതിയാവും. അപ്പോഴേക്കനെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ള കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്ത് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്നങ്ങ് ഫസ്റ്റ് പൊട്ടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ കടുകൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ ഉഴുന്നുബോൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക് അതും കൂടി അങ്ങ് കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് 1 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ചെറുതായിട്ട് വേണം നമുക്ക് ഇതൊന്ന് ചെരുവി എടുക്കാൻ. ഇനിയിപ്പോൾ കുറച്ച് വലുപ്പമായിട്ട് ചെരുവിയതാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ. അതുവരെ ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് പച്ചത്തേങ്ങ അരക്കുന്നതിന് പകരം ഇത് നമ്മളൊരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ട് 1/2 കപ്പോളം നമുക്ക് ഈ വറുത്തതിന്ന് അരച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൂട്ടട്ടെ. 2 രീതിക്കും ചെയ്യാം. പച്ചത്തേങ്ങ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ വറുത്തെടുത്തതിന് നമുക്ക് അരച്ചിട്ട് അങ്ങനെയും കൂട്ടട്ടെ. 2 രീതിയിലും ചെയ്തെടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ചേനയും അതുപോലെ തന്നെ പച്ചക്കായൊക്കെ ഏകദേശം ഇങ്ങനെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. നല്ല പോലെ കുക്കായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടില്ലേ, അതിപ്പോൾ ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. ഒന്ന് വല്ലാണ്ട് ഇങ്ങനെ അളിയിക്കുന്ന പോലെയല്ല, ചെറിയ ചെറിയ പീസായിട്ട് വേണം. എന്നാലും ഒന്ന് ജസ്റ്റ് നമ്മൾ തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കങ്ങ് കൊട്ടി കൊടുക്കാം. അപ്പോൾ അത് വിസിലൊക്കെ ഫുൾ അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വറുത്തെടുക്കാനുള്ള ഈ ഒരു തേങ്ങയുടെ വറവ് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയതിന് ശേഷം കേട്ടോ അതൊക്കെ ചെയ്തെടുക്കുന്നത്.
ഇനി ആ ഒരു കൂട്ടിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം ശർക്കര അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അധികം അങ്ങ് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറഞ്ഞ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതൊന്ന് കുറുകി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ തേങ്ങ ഒക്കെ ഏകദേശം ഇങ്ങനെ വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയും ഏകദേശം ഇങ്ങനെ ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കൂട്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്നങ്ങ് റോസ്റ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ആക്കി എടുക്കണേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ അടുത്ത് കണ്ട് കുരുമുളക് പൊടിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വറുത്തെടുക്കുക കേട്ടോ. ഒന്നങ്ങ് വറുത്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ ഒരു കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പച്ചക്കായം അതേപോലെ തന്നെ ചേന ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കിന് അങ്ങനെ ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടേ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു തിക്നെസ് ഇല്ല, ആ ഒരു തിക്നെസ്സിലാക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്ക് പൊതുവെ നല്ല ഇഷ്ടമുള്ളൊരു സദ്യയിലൊക്കെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കൂട്ടുകറി. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കൂട്ടുകറി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.